രണ്ടാമത്തെ കാര്യം, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീലും ഒപ്പും വെച്ചുകൊണ്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് എത്രമാത്രം കള്ളവോട്ടാണ് ചേർത്തിരിക്കുന്നത്. നേരത്തെ തന്നെ കള്ളവോട്ട് മറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ വോട്ടിൽ തിരഞ്ഞെടുപ്പില്ലല്ലോ. അവിടെ നിന്ന് കോൺഗ്രസ് ഐക്കാർ നൂറുകണക്കിന് ആളുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ഇവിടെ ചേർത്തു. അങ്ങനെ കള്ളവോട്ട് ചേർത്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഒരു കള്ളവോട്ടുകാരന് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. ശക്തമായ നിലപാട് സ്വീകരിക്കൂ. ഇങ്ങനെ ഈ മണ്ഡലത്തിൽ ഇല്ലാത്ത കുറേ ആളെ മറ്റു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഐക്കാർ ഇവിടെ കൊണ്ടുവരിക, കള്ളവോട്ട് ചേർക്കുക, കള്ളപ്പണം ഒഴുക്കുക, ആ പണവും ബാഗും കൊണ്ട് നടക്കുക, സ്ഥാനാർത്ഥി തന്നെ പണം വിതരണത്തിന് നടക്കുക. എന്താണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കല്ലേ ഇത്? നിയമ നടപടി സ്വീകരിച്ചോളൂ. നിയമപരമായിട്ട് നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും. ഇത് ഞാൻ സമ്മതിക്കാറൊന്നുമില്ല. നിഷേധിച്ചത് തന്നെ. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ വരുത്തരുത്. ഞാൻ ഏത് കാര്യം അങ്ങനെ നിഷേധിച്ചത് പറഞ്ഞു? ഏതാ ഏതാ പറയൂ, ഏതാ 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 വൈദേഹെന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് പറ? എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരനും അതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഞാനിത് കേട്ടെ. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ സമീപിക്കുന്നത്. ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കൂ. തെറ്റുകൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കൂ.